सहनावतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेह दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാവർക്കും ഹരിയോ നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ ബൃഹദാരണ്യകോപനിഷത്ത് കാണ്വശാഹ. പ്രഥമ കാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം. പ്രഥമ പ്രകരണം അജാതശത്രു ബ്രാഹ്മണം നമ്മൾ കണ്ടു. 17-18 മന്ത്രങ്ങൾ ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ തദേഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ യഹ ഏഷഃ അന്തർഹൃദയേ ആകാശഃ തസ്മിൻ ച ഏതേ താനി യഥാ ഗൃഹ്ണാതി അതഃ ഏതത് പുരുഷഃ സ്വപിതി നാമ തദ്ഗൃഹീത ഏവ പ്രാണഃ ഭവതി. ഗൃഹീത വാക്ക്, ഗൃഹീതം ചക്ഷുഃ, ഗൃഹീതം ശ്രോത്രം, ഗൃഹീതം മനഃ. മന്ത്രം 17 നമ്മൾ കണ്ടിരുന്നു. ചോദ്യം: എവിടെയാണ് ജീവാത്മാവ് ഉറങ്ങുന്ന സമയത്ത് ഇരിക്കുന്നത്? ജീവാത്മാവിൻ്റെ ആ നില എന്ത്? അതിനുള്ള ഉത്തരമാണ് 17ാമത്തെ മന്ത്രത്തിൽ. നമ്മൾ ജീവാത്മാവിൻ്റെ നില പരമാത്മാവുമായി ഏകീഭവിക്കുകയാണെന്ന് അജാതശത്രു എന്ന ഗുരുനാഥൻ ശിഷ്യനായ ബാലാഗി അല്ലെങ്കിൽ ഗാർഗനോട് പറയുന്നത് നമ്മൾ കണ്ടു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? സുബിതി നാമ. സുബിതി എന്ന നാമമാണ് ഉറക്കത്തിൽ ആനന്ദമനുഭവിക്കുന്ന ജീവാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഒരുപാട് കൊട്ടേഷൻസ് കണ്ട്. കൈവല്യ ഉപനിഷത്തും കൂടി ഉണ്ട്. ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് എന്താ പറയുക കുരുക്കഴിഞ്ഞ് വരികയാണ്.
എല്ലാവരും മനനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കൈവല്യ ഉപനിഷത്ത്, അതും അഥർവണ വേദമാണ്. 14ാമത്തെ മന്ത്രം. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സയേവ ജീവ സ്വപിതി പ്രബുദ്ധ. അവിടെയുണ്ട് സ്വപിതി അല്ലെ, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നമുക്ക് പറയാം. നമുക്ക് അടുത്ത 18ാമത്തെ മന്ത്രം ചൊല്ലാം. 17ാമത്തെ മന്ത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജീവാത്മാവ് സുഷുപ്തി അവസ്ഥയിൽ ആനന്ദം അനുഭവിക്കുന്നു. ഇന്ദ്രിയങ്ങളൊന്നും ആ സമയത്ത് പ്രവർത്തിക്കില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുമായി അല്ലെങ്കിൽ ദേഹവുമായി താതാത്മ്യമില്ലാത്തത് കൊണ്ടാണ് ജീവൻ ഉറങ്ങുന്ന സമയത്ത് ഒന്നും അറിയാത്തത് ആനന്ദാവസ്ഥ അനുഭവിക്കുന്നത്. ആ ആനന്ദാവസ്ഥ അനുഭവിക്കുന്ന ജീവാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സ്വപിതി. അത്രയും നമ്മൾ 17ാമത്തെ മന്ത്രത്തിൽ പഠിച്ചത്. അടുത്ത 18ാമത്തെ മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. സ്വപ്ന വിചാരം. സഹ യത്ര ഏതത് സ്വപ്നഃ യയാ ചരതി തേഹ അസ്യ ലോകാഃ തദ് ഉദ ഏവ മഹാരാജഃ ഭവതി ഉദ ഏവ മഹാബ്രാഹ്മണഃ ഉദ ഏവ ഉച്ചാവചം നിഗച്ഛതി. സഹ യഥാ മഹാരാജഃ ജാനപദാൻ ഗൃഹീത്വാ സ്വേ ജനപദേ യഥാ കാമം പരിവർത്തതേ ഏവം ഏവ ഏഷഃ ഏതത് പ്രാണാൻ ഗൃഹീത്വാ സ്വേ ശരീരേ യഥാ കാമം പരിവർത്തതേ. അടുത്ത സ്വപ്ന വിചാരത്തിൽ അജാതശത്രു ഗാർഗ്യനോട് പറയുന്നു, സ്വപ്നാവസ്ഥയിൽ നമ്മൾ വിവിധങ്ങളായ സ്വപ്നങ്ങൾ കാണുന്നു. അതിന് കാരണം ഈ ജന്മത്തിലെയോ പൂർവജന്മത്തിലെയോ നമ്മൾ ആർജിച്ചു കൊണ്ടുവന്ന സംസ്കാരം കൊണ്ടാണ്, അല്ലെ വാസന കൊണ്ടാണ്, അല്ലെങ്കിൽ കർമ്മഫലം കൊണ്ട്. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. സംസ്കാരം എന്ന് പറയാം, വാസന എന്ന് പറയാം, അല്ലെങ്കിൽ കർമ്മഫലം എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം അനുഭവിക്കുന്നത് എന്ന് അജാതശത്രു ഗാർഗ്യനോട് പറഞ്ഞു. അപ്പം സ്വപ്ന സുഖദുഃഖം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സുഖമാണെങ്കിൽ പുണ്യപ്രാരബ്ധം, ദുഃഖമാണെങ്കിൽ പാപപ്രാരബ്ധം അപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇത് എങ്ങനെയുള്ളതാണെന്നും നമ്മൾ കണ്ടിരുന്നു. ഉച്ചാവച എന്ന് വെച്ചാൽ ഉയർച്ച താഴ്ച. അതിന് മറ്റൊരു പേരാണ് നിമഗ്നൻ, ഉന്മഗ്നൻ. വേണ്ടവർ എഴുതിക്കോളൂ, അങ്ങനെയും പറയും. നിമഗ്നൻ എന്ന് വെച്ചാൽ താഴുക, ഉന്മഗ്നൻ എന്ന് വെച്ചാൽ പൊന്തുക, ഉയർന്നു വരിക. അതായത് ഉയർച്ച താഴ്ച. നിമഗ്നോന്മഗ്നൻ എന്ന് വെച്ചാൽ എന്താ? ഉയർച്ച താഴ്ച. നിമഗ്നൻ എന്ന് വെച്ചാൽ നിമന്ന് പോവാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ വെള്ളത്തിലേക്കൊക്കെ? അതായത് താഴ്ന്നു പോവുക. ഉന്മഗ്നൻ എന്ന് വെച്ചാൽ പൊന്തി വരിക. അതിനെയാണ് മറ്റൊരു ശാസ്ത്രം വിളിച്ചത് എന്ത്? ഉച്ചാവചം. നിഗച്ഛതി എന്ന് വെച്ചാൽ എന്തായിരുന്നു? അനുഭവതി അല്ലെ? ഈ ഉയർച്ച താഴ്ചകൾ, സ്വപ്നത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളുടെ ഉയർച്ച താഴ്ച എന്തുകൊണ്ടാണ്? പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രാരബ്ധമനുസരിച്ചാണ് ഒരു ജീവൻ സ്വപ്നത്തിൽ സുഖം അനുഭവിക്കുന്നതും സ്വപ്നത്തിൽ ദുഃഖം അനുഭവിക്കുന്നതും അല്ലേ എന്ന് പറഞ്ഞു. അത് നമ്മൾ കണ്ടിരുന്നു. ഇത് കഠോപനിഷത്തിലും പറയുന്നുണ്ട്. വേണ്ടവർ എഴുതിക്കോളൂ. കഠോപനിഷത്ത് 2-ാം അധ്യായം 5-ാം വല്ലി 8-ാമത്തെ മന്ത്രം. 2, 5, 8 കഠോപനിഷത്ത്. 2-ാം അധ്യായം 5-ാം വല്ലി അല്ലെ? ഓരോ വല്ലിയായിട്ടല്ലേ അവിടെ നമ്മൾ പഠിച്ച? 5-ാം വല്ലി 8-ാം മന്ത്രം 2, 5, 8 എന്തായിരുന്നു? സയേഷു സുപ്തേഷു ജാഗ്രതി കാമം കാമം പുരുഷോ നിർമ്മിമാണവ തഥേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതമുച്യതേ. അതായത് നമ്മൾ കാമം കാമം പുരുഷവും നമ്മുടെ കർമ്മഫലത്തിന് പൂർവ കർമ്മഫലത്തിനനുസരിച്ചാണ് നമ്മൾ എന്താണ് സ്വപ്നത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്വപ്നാവസ്ഥ അനുഭവിക്കുന്നത്.
നമ്മളത് ചർച്ച ചെയ്തിരുന്നു. മഹാരാജാവിൻ്റെ കഥയൊക്കെ കണ്ടു. ഇനി അതിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതായത് അവസാനം എന്താ പഠിച്ചത്? ജീവാത്മാവ് തന്നുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തന്നുടെ ശരീരത്തിൽ തന്നുടെ കർമ്മഫലമനുസരിച്ച് സ്വപ്നം ഭോഗങ്ങൾ സുഖഭോഗമായിട്ടും ദുഃഖഭോഗമായിട്ടും അനുഭവിക്കുന്നു. അത്രയും നമ്മൾ പഠിച്ചു. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഏകോനവിംശതി മന്ത്രം. ഏകോനവിംശതി എന്ന് വെച്ചാൽ എത്രയാണ്? 19 അല്ലേ? 19ാമത്തെ മന്ത്രം അല്ലേ? നമുക്ക് അതിലേക്ക് പോകാം. മന്ത്രം 19. സുഷുപ്തി വിചാരം. മന്ത്രം 19 സുഷുപ്തി വിചാരം. പറഞ്ഞത് തന്നെ 17 പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്. അതായത് 17ാം മന്ത്രത്തിൽ നമ്മൾ കണ്ടില്ലോ, ചോദ്യം 1ൻ്റെ ഉത്തരമായിരുന്നല്ലോ. ആ 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തുടരുകയാണ്. വേണ്ടവർ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 മന്ത്രം നമ്പർ 16 കണ്ടിന്യൂ. വേണ്ടവർ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 മന്ത്രം നമ്പർ 16 കണ്ടിന്യൂ. നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ്. മന്ത്രം 19 എന്താണ്? സുഷുപ്തി വിചാരം. നമുക്ക് ആദ്യം അന്വയം നടത്താം, പദം ഛേദിക്കാം. അധഃ യഥാ സുഷുപ്തോ ഭവതി കോമ. അധഃ എന്നുണ്ട് കേട്ടോ, വിസർഗമുണ്ട്. അധഃ their after. യഥാ സുഷുപ്തോ ഭവതി. യഥാന കസ്യജന വേദ. വേറൊരു പാഠഭേദമുണ്ട്, വേണ്ടവർ എഴുതിക്കോളൂ. കിഞ്ചന വേദാന്നുണ്ട് കേട്ടോ. കസ്യജന എന്നാണ് മലയാളത്തിൽ. കിഞ്ചന വേദാന്നും കൂടി ഒരു പാഠഭേദമുണ്ട്. കിഞ്ചന രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് നത്തിങ് എന്നുള്ള കസ്യജന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നത്തിങ്. കിഞ്ചന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് തന്നെ. എല്ലാവരുടെയും പുസ്തകത്തിൽ കസ്യജന എന്നായതുകൊണ്ട് നമുക്കത് റീഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒന്നുകൂടി ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ കിഞ്ചന എന്നും കൂടെ കാണും മറ്റു പുസ്തകങ്ങൾ. യഥാന കസ്യ. ചിലവരൊക്കെ ചിരിക്കുന്നു എപ്പോൾ എടുത്ത് നോക്കാൻ. എല്ലാവരും ചിരിക്കുന്ന കാണുമ്പോൾ സന്തോഷം. യഥാന കസ്യജല വേദ. അത് കഴിഞ്ഞു ഹിത. അത് ഹൈലൈറ്റ് ചെയ്തോളൂ, ആ വാക്ക് അണ്ടർലൈൻ ചെയ്തോളൂ. ഹിത എന്നുള്ള വാക്ക് നമ്മൾ സ്വപിതി കണ്ടില്ല, അതുപോലെ മറ്റൊരു പുതിയ വാക്കാണ് ഹിത. പുതിയതല്ല, മുണ്ടകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹിത നാമനാഠ്യോ ദ്വാസപ്തതിഹി സഹസ്രാണി കോമ. ഹിതാ നാമ നാഠ്യോ ദാസപ്തതി സഹസ്രാണി കോമ. ഹൃദയാത് പുരീതദം അഭിപ്രതിഷ്ഠന്തേ കോമ. ഹൃദയാത് പുരീതദം അഭിപ്രതിഷ്ഠന്തേ. താഭിഹി പ്രത്യവസൃപ്യ താഭിഹി പ്രത്യവസൃപ്യ കോമ. പുരീതദിശതേ ഫുൾ സ്റ്റോപ്പ് വിരാമം. പുരീതദിശതേ. സഹ. അടുത്ത സഹയാണ്, വിസർഗമുണ്ട്. സഹ യഥാ കുമാരോ വാ കോമ. കുമാരോ വാ കഴിഞ്ഞ് കോമ. മഹാരാജോ വാ കോമ. മഹാബ്രാഹ്മണോ വാ കോമ. അധിക്നീം ആനന്ദസ്യ ബ്രാഹ്മണോ വാ കോമ. അധിക്നീം ആനന്ദസ്യ ഗത്വാ കോമ. ഒറ്റ വാക്കാണ്. അധിക്നീം ആനന്ദസ്യ ഗത്വാ കോമ. ശൈത ഏവം ഏവ
ഏഷഃ, ഏഷഃ വിസർഗമുണ്ട്. ഏവം ഏവ ഏഷഃ കോമ. ഏതത് ശേദേ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. അധഃ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാഢ്യോ ദാസപ്തതിഃ സഹസ്രാണി ഹൃദയാത് പുരീതദം അഭിപ്രതിഷ്ഠന്തെ താഭിഃ പ്രത്യവസൃപ്യ പുരീദതി ഛേദേ. സഹ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അധിക്നീം ആനന്ദസ്യ ഗത്വാ ശൈത ഏവമേവ ഏഷഃ ഏതത് ഛേദേ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അധഃ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാഢ്യോ ദ്വാസപ്തതിസഹസ്രാണി ഹൃദയാത് പുരീതദം അഭിപ്രതിഷ്ഠന്തെ താഭിഃ പ്രത്യവസൃപ്യ പുരീദതി ഛേദേ. സഹ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അധിക്നീം ആനന്ദസ്യ ഗത്വാ ശൈത ഏവം ഏവ ഏഷഃ ഏതത് ഛേദേ. ഒന്നുകൂടെ ചൊല്ലാം. അധഃ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാഢ്യോ ദ്വാസപ്തതി സഹസ്രാണി ഹൃദയാത് പുരീതദം അഭിപ്രതിഷ്ഠന്തെ താഭിഃ പ്രത്യവസൃപ്യ പുരീദതി ഛേദേ. സഹ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അധിക്നീ ആനന്ദസ്യ ഗത്വാ ശൈത ഏവം ഏവ ഏഷഃ ഏതത് ഛേദേ. അധഃ, അധഃ എന്ന് വെച്ചാൽ ശേഷം, ദെയർ ആഫ്റ്റർ. ഇവിടെ എന്താണ് ദെയർ ആഫ്റ്റർ? അധഃ സ്വപ്നവിചാര അനന്തരേ. സ്വപ്നവിചാരത്തിനു ശേഷം. അധഃ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്വപ്നവിചാര അനന്തരേ. സ്വപ്നവിചാരം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിനുശേഷം. അധഃ യഥാ സുഷുപ്തോ ഭവതി. അതായത് സുഷുപ്തോ ഭവതി എന്ന് വെച്ചാൽ ഒരാൾ സുഷുപ്തി അനുഭവിക്കുന്നു എന്ന്. അതായത് സ്വപ്നം കഴിഞ്ഞു, ഇനി വീണ്ടും ഞാൻ സുഷുപ്തിയെക്കുറിച്ച് പറയുകയാണ് എന്ന് അജാതശത്രു ഗാർഗ്യനോട് പറയുക. ഒരാൾ സുഷുപ്തി, ആരും ആയിക്കോട്ടെ, യഥാ എന്ന് വെച്ചാൽ യഥാ ജീവാത്മാ, ഒരു ജീവാത്മാവ് സുഷുപ്തോ ഭവതി എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്നു, സുഷുപ്തി അനുഭവിക്കുന്നു. ഉറങ്ങുമ്പോൾ യഥാ, യഥാ എന്ന് വെച്ചാൽ എന്താണ്? വീണ്ടും യഥാ എന്താണ്? യഥാ ജീവാത്മാ, ആ ഉറങ്ങുന്ന ആള് ന കിഞ്ചന വേദ അല്ലെ ന കസ്യജന വേദ എന്ന് വെച്ചാൽ എന്താണ്? അയാള് വേദ എന്ന് വെച്ചാൽ അറിയുക എന്നാണ് ഇവിടെ അല്ലെ. വിധെന്ന ധാതുവിന് അറിവെന്നാണ് അർത്ഥം അല്ലെ. അപ്പം വേദ എന്ന് വെച്ചാൽ അറിയുക. ന വേദ, അപ്പൊ ന എന്നത് ഇവിടെ വരും. എവിടെ? യഥാ കസ്യജന ന വേദ. അതായത് ഒരാള് ജീവാത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. ഗാർഗ്യ, ഞാൻ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ വീണ്ടും സുഷുപ്തിയെ കുറിച്ച് പറയുകയാണ്. സുഷുപ്തി അനുഭവിക്കുന്ന ആള് ഒന്നും അറിയുന്നില്ല, അതാണ് ന കസ്യജന വേദ. അയാൾ ഒന്നും അറിയുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം പറയുകയാണ്. കുറച്ച് ടെക്നിക്കലാണത്. ഹിതാ നാമ നാഢ്യോ എന്ന് വെച്ചാൽ ഹിത എന്നു പേരായ അല്ലെ ഹിത എന്ന നാമത്തോടു കൂടിയ നാഡികൾ. നാഡികൾ അറിയാമല്ലോ, മജ്ജ, അസ്ഥി, മാംസം, നാഡിയൊക്കെ നമ്മൾ പഠിച്ചാണ്. നാഡികൾ. ഹിത
എന്ന് പേരോട് കൂടിയ നാഢ്യോ. നാഢ്യോ എന്ന് പറയുമ്പോൾ ബഹുവചനാണ്, യുഷ്മ ശബ്ദം. നാഢ്യോ, നാഡികൾ. എത്ര നാഡികളുണ്ട് പറയുകയാണ്. ദ്വാ. ദ്വാ എത്രയാ? 2. സപ്തതി. സപ്തതി എത്രയാണ്? 70. സഹസ്രാണി എത്രയാണ്? 1000. എന്നപ്പോൾ എത്രയായിരിക്കും? ദ്വാ സപ്തതി സഹസ്രാണി എന്ന് വെച്ചാൽ 72,000. ദ്വാസപ്തതി എന്ന് വെച്ചാൽ 72. സഹസ്രാണി എന്ന് പറയുമ്പോൾ 72,000. 72,000 അല്ലേ? 7230. ദ്വാസപ്ത. നിങ്ങളുടെ പുസ്തകത്തിൽ കാണും അതൊക്കെ. പിന്നെ ഇത് പറയുന്നത് നമ്മൾ തന്നെ ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. ദ്വാസപ്തതി സഹസ്രാണി. അതായത് ഇത്രയേ ഉള്ളൂ. ഏതൊരു ജീവ അതിന് ചിലപ്പം കൂടിയും കുറഞ്ഞൊന്നൊക്കെ ഇരിക്കും കേട്ടോ. എല്ലാവരുടെയും ബോഡി അനാട്ടമി നടത്തിയാൽ ഈ 72,000 ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു മധ്യമസംഖ്യ എന്ന് പറയുന്നത്. ഇതിന് ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് മധ്യമസംഖ്യ എന്നാണ്. അതായത് ഒരു ആവറേജ് കണക്ക് പറയുകയാണ്. ചിലവർക്ക് 72,010 കാണും, ചിലവർക്ക് 72,000 കാണുള്ളൂ. അത് ഓരോരുത്തരുടെ ഓരോ ജീവാത്മാവിനെയും ഡിപ്പെൻസാണ്. പക്ഷേ ഈ 84 ലക്ഷം സ്പീഷ്യസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതിൻ്റെ എല്ലാം കൂടെ എല്ലാ ജീവാത്മാക്കളെ, അത് പശു പക്ഷി മനുഷ്യ സർവ്വ ജീവാത്മാക്കളുടെയും കൂടെ ഒരു മധ്യമസംഖ്യയാണ്, ആവറേജ് കണക്കാണ്. എന്ത്? 72,000. അപ്പം നാളെ പറയരുത് എനിക്ക് 72,000 നാഡിയില്ല എന്ന്. നമ്മളങ്ങനെ കുതർക്കത്തിനൊന്നും പോവില്ല. പക്ഷെ തർക്കിക്കാൻ വന്നവരുണ്ട്. ഈ സാഖ്യന്മാരും ന്യായവൈശേഷികരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ പറയാണ് മധ്യമസംഖ്യ എന്ന് അല്ലേ. ഇതൊരു ആവറേജ് കണക്കാണ്, കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. പക്ഷെ ഒരു 1000 പേരെ പരിശോധിച്ചാൽ അതിൽ ആവറേജ് ഇതായിരിക്കും എന്ന് പറയുകയാണ്. എത്രയാണ്? ജീവാത്മാക്കൾക്ക് 72,000 നാഡികളുണ്ട്. ദ്വാസപ്തതി സഹസ്രാണി. ഈ നാഡികളെ എല്ലാം കൂടെ ചേർത്ത് 72,000 എണ്ണത്തിനും പേരിടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ശാസ്ത്രം എന്ത് ചെയ്തു? ഈ 72,000 എണ്ണ നാഡികൾക്കും കൂടെ ഒരു പേരിട്ട് കൊടുത്തു. ഹിത എന്ന നാഡി. ഹിത എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ഹൃദയത്തിൽ നിന്നുമാണ് ഇതിൻ്റെയൊക്കെ ആരംഭം. എന്നിട്ട് പിന്നെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ നാഡികൾ ഓരോന്നോരോന്നായി പോയി പിന്നെ ഉപനാഡികളായി, അതിനെ ശാഖകളായി, ശാഖോപശാഖകളായി പിരിഞ്ഞ് തലച്ചോറ് മുതൽ നമ്മുടെ ഉള്ളംകാല് വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പം അത് ഹൃദയാരംഭേ, ഹൃദയത്തിൽ നിന്നുമാണ് ഇതിൻ്റെ ആരംഭം. അതായത് നമ്മുടെ പമ്പിംഗ് ഹാർട്ടില്ലേ, അതാണ് ഇവിടെ ഹൃദയം. ആ ഹൃദയാരംഭത്തിൽ ആയതുകൊണ്ട്, നാഡികൾ ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നും ആയതുകൊണ്ട് ഇതിന് ശാസ്ത്രം ഹിത എന്ന പേര് കൊടുത്തു. എന്താണ്? ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നത് കൊണ്ട് ഈ 72,000 നാഡികൾക്കും കൂടി പല പേരുകൾ കൊടുക്കാണ്ട് ഒറ്റ പേര് വിളിച്ചു. ആ പേരാണ് ഹിത എന്ന്. എന്തുകൊണ്ട്? ഹൃദയ ദ്വാസപ്തതി സഹസ്രാണി നാഡ്യ ഹൃദയാരംഭേ ഇതി ഹിതാനാമം. വെറുതെ കേട്ടാൽ മതി. ദ്വാസപ്തതി സഹസ്രാണി നാഡ്യ ഹൃദയാരംഭേ ഇതി ഹിതാനാമം, അല്ലെങ്കിൽ ഹിത ഉച്യത എന്നും പറയാം. ഈ 72,000 നാഡികളും ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതുകൊണ്ട് ഹിത ഉച്യതേ, ഹിത എന്ന് വിളിക്കുന്നു. ഉച്യത എന്ന് വെച്ചാൽ എന്താ? വിളിക്കുക, പറയുക ഇത്യാദി അർത്ഥങ്ങൾ അല്ലേ. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എഴുതിക്കോളൂ. മുണ്ടകോപനിഷത്ത് 2:2
രണ്ടാം അധ്യായം മുണ്ടകോപനിഷത്ത്, രണ്ടാം അധ്യായം, രണ്ടാം മുണ്ടകം, 2 2 എന്ന് വെച്ചാൽ രണ്ടാം അധ്യായം ദ്വിതീയ മുണ്ടകം 7 8. രണ്ട് 2 7 8 അല്ലേ? 2 സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കണം കേട്ടോ. ഇത് തന്നെയല്ലേ? മിനിറ്റ്. അത് അടുത്തതാ കേട്ടോ. അതാ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. 1 മിനിറ്റ്. യഥോർണനാഭി അല്ല കേട്ടോ, അതാ 20ാമത്തെ മന്ത്രത്തിലാണ്. 1 1 1 മിനിറ്റ്, ഇപ്പോൾ പറയാം. 1 1 7 എടുത്ത് മുണ്ടകം 1 1 7. യഥോർണനാഭി അല്ലത്. ഈ ഹിതാനാട്യ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? മുണ്ടകൻ 2 2 7 8 എന്നാണ് എൻ്റെ ഓർമ്മ. മുണ്ടകോപനിഷത്ത് ഈ അതല്ല ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഈ മുണ്ടകത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ കിട്ടുന്നില്ല എനിക്ക്. നോക്കി പറയാം, ക്ഷമിക്കുക കേട്ടോ. ഇത് പഠിച്ചിട്ടുണ്ട്, മുണ്ടകോപനിഷത്തിലാണ്. നമ്പർ നാളെ ശരിക്കും പറയാം. ഹിതാ നാമ നാട്യ ദാ സപ്തതി സഹസ്രാണി. ഹിത എന്ന് വിളിക്കുന്നു. അതിന് കാരണം ഇതാണ്. അടുത്തതിലേക്ക് പോകാം. മുണ്ടകോപനിഷത്ത് പറഞ്ഞു തരാവേ. ഹൃദയാത്, അടുത്തതിലേക്ക് പോകാം, കാരണം നമ്മുടെ സമയം പോകും. ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തേ. അടുത്ത വാക്ക് ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തേ. ഹൃദയാത്, ഹൃദയാന്ന് വെച്ചാൽ ഹൃദയമാണ്, ഹൃദയമാകുന്നു. പുരീതം അഭിപ്രതിഷ്ഠന്തേ, അതായത് ഹൃദയമാണ് ഇതിനൊക്കെ. അഭിപ്രതിഷ്ഠന്തേ എന്ന് വെച്ചാൽ സെൻട്രൽ പോയിന്റ് എന്നർത്ഥം, ആധാരം ആണ്. അഭിപ്രതിഷ്ഠന്തേ എന്ന വാക്കിൻ്റെ അർത്ഥം സെൻട്രൽ പോയിന്റ്, അതായത് ഹൃദയമാണ് എല്ലാ നാഡികളുടെയും ആധാരമായിരിക്കുന്നത്. ഹൃദയാത് പുരീതം, ഹൃദയമാണ് ഇവയ്ക്കെല്ലാം. ഇവയ്ക്കെല്ലാം ഹൃദയാത് ദ്വാസപ്തതി സഹസ്രാണി നാട്യാം അഭിപ്രതിഷ്ഠം. ഈ 72,000 നാഡികൾക്കും കേന്ദ്രമായിരിക്കുന്നത്. ഹിതാനാമനാഠ്യം എന്നും പറഞ്ഞ് പഠിച്ചതാണ്. താഭിഹി പ്രത്യവസൃപ്യ. താഭിഹി, അടുത്ത വാക്ക് താഭിഹി പ്രത്യവസൃപ്യ. താഭിഹി, താഭിഹി എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. താഭിഹി എന്ന വാക്കിൻ്റെ അർത്ഥം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ജാഗ്രത അറിയാലോ, വേക്കിംഗ് സ്റ്റേറ്റ്. സ്വപ്ന എന്താ? ഡ്രീം സ്റ്റേറ്റ്. സുഷുപ്തി എന്താ? ഡീപ് സ്ലീപ് സ്റ്റേറ്റ്. താഭിഹി എന്ന് വെച്ചാൽ ജാഗ്രത്, സ്വപ്നഃ, സുഷുപ്തിഃ അനുഭവതി ജീവാത്മാ. താഭിഹി എന്ന് വെച്ചാൽ ജാഗ്രത്, സ്വപ്നഃ, സുഷുപ്തിഃ അനുഭവതി ജീവാത്മാ എന്ന് വെച്ചാൽ എന്താ? അതായത് ഈ 72,000 നാഡി ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നുണ്ടല്ലോ എല്ലാ ജീവാത്മാക്കൾക്കും. ഒരു മധ്യമ സംഖ്യയായിട്ട് പറയുന്നു. ഈ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ നാഡികൾ പോകുന്നു. അതിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഹൃദയമാണെന്ന് പറഞ്ഞു.
ആ ഹൃദയത്തിൽ നിന്ന് 72,000 നാഡികൾ സഞ്ചരിക്കുന്ന ശരീരങ്ങളോടുകൂടിയ ജീവാത്മാ ഈ 3 അവസ്ഥകൾ അനുഭവിക്കുന്നു. അയാൾ ഉണർന്നിരിക്കുന്നു, അയാൾ സ്വപ്നം കാണുന്നു, അയാൾ ഉറങ്ങുന്നു. പ്രത്യവസൃഷ്ട്യ, അതായത് അതിൻ്റെ അർത്ഥം എന്താ? പ്രത്യവസൃഷ്ട്യ എന്ന് വെച്ചാൽ ഈ 3 അവസ്ഥകളിൽ കൂടെയും കടന്നു പോകുന്നു എന്നാണ്. പ്രത്യവസൃഷ്ട്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ 3 അവസ്ഥ എഴുതിക്കോളൂ, പിന്നീട് നിങ്ങൾക്ക് വായിക്കുമ്പം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സൂക്ഷ്മമാണ് കേട്ടോ ബൃഹദാരണ്യകം. നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. എന്താണ് താഭിഹി പ്രത്യവസൃഷ്ട്യ എന്ന് വെച്ചാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലൂടെ കടന്നു പോകുന്ന 72,000 നാഡിയുള്ള ഈ ജീവാത്മാ പ്രത്യവസൃഷ്ട്യ 3 അവസ്ഥകളിൽ കൂടെയും കടന്നു പോകുന്നു. അയാൾ എഴുന്നേക്കും, അയാൾ സ്വപ്നം കാണും, അയാൾ ഉറങ്ങും, പിന്നെ എഴുന്നേക്കും, പിന്നെ ഉറങ്ങും, ഇടയ്ക്ക് സ്വപ്നം കാണും, പിന്നെ എഴുന്നേക്കും. ഇങ്ങനെ ഇത് ചക്രമാണെന്ന്. ഇത് 3ിലൂടെയും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം എന്താ? പുരീതതേ ശേതേ. അടുത്ത വാക്ക് പുരീതതേ ശേതേ എന്ന് വെച്ചാൽ ഈ 72,000 നാഡികളും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. 72,000 നാഡികളിലൂടെ പ്രാണൻ പോയി എല്ലായിടത്തും അതിൻ്റെ രക്തചംക്രമണം നടത്തി എല്ലാ നാഡികൾക്കും വേണ്ട പോഷണത്തിനെ കൊടുത്ത് അതിനെ ശരീരത്തെ നറിഷ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഉറങ്ങുകയും കസർത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്താണ് പുരീതതേ ശേതേന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കസർത്ത് കാണിക്കാന്നൊന്നും എഴുതി വെക്കല്ലേ കേട്ടോ പുസ്തകത്തിൽ. ഒരച്ഛനുണ്ട് വേങ്ങേരിയിലുള്ളൊരു, നിങ്ങൾക്കറിയായിരിക്കും, മോഹൻകുമാർ എന്ന്. മൂപ്പരല്ലേ എല്ലാം എഴുതും. നമ്മൾ എല്ലാ ദിവസവും, അയ്യോ എന്നെ കാണാൻ ചാലപ്പുറത്ത് വന്നിരുന്നേ. മൂപ്പര് വൈകുന്നേരം 3 മണിയായപ്പോൾ വന്നിട്ട് രാത്രി 8 മണിക്കാണ് പോകുന്നത്. എല്ലാ പുസ്തകവും കൊണ്ടുവന്നിട്ട് എല്ലാം കാണിക്കുമായിരുന്നു. സമ്മതിക്കണം, എത്രയും നന്നായിട്ട് പഠിക്കുന്നത്. നമ്മൾ ഓംകാരം ചൊല്ലില്ല, ആ ഓംകാരം പോലും 3 തവണ എഴുതും. സഹനാവതും എല്ലാ ദിവസവും എഴുതും. എല്ലാ അവസാനം നമ്മൾ പൂർണ്ണമത ചൊല്ലൂല്ലേ, ഓം ശാന്തി ശാന്തി, അതുവരെ എഴുതും. അങ്ങനെ ഒരാൾ ഒരു 100 പുസ്തകമായിട്ട് ബുക്കുമായിട്ട് കാണാൻ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ആവശ്യമുള്ളത് മാത്രമേ എഴുതാവുള്ളൂ. പുരീതതേ രേതേ. പുരീതതേ രേതേ എന്ന് വെച്ചാൽ എന്താണ്? ഈ 72,000 നാഡികൾ അല്ലേ ഹൃദയത്തിൽ നിന്നും തുടങ്ങും. നിങ്ങൾ വെറുതെ ഭാവന ചെയ്താൽ മതി. നമ്മുടെ നമ്മുടെ തന്നെ ബോഡി അനാട്ടമി ചെയ്താൽ മതി. നമ്മുടെ തന്നെ ഹൃദയത്തിൽ നിന്നും ഈ 72,000 നാഡികൾ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. പ്രാണനുള്ളത് കൊണ്ടാണ് അല്ലേ, ഹൃദയം ഇടിക്കുമല്ലേ അല്ലേ, പ്രാണനുള്ളത് കൊണ്ട് എല്ലാ നാഡികളും പ്രവർത്തിക്കുന്നു. എല്ലാ നാഡികളിലും രക്തചംക്രമണം നടക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള പോഷകം നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണത്തിനെ ദഹിപ്പിച്ച് ഓരോ നാഡികൾക്കും ഓരോ മജ്ജയ്ക്കും അല്ലേ, എല്ലാ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കും അവയവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പോഷണമെല്ലാം എത്തിച്ച് അതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. ഇതുള്ളത് കൊണ്ടാണ് ഈ നാഡികൾ അതിൻ്റെ ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ജാഗ്രത അനുഭവിക്കാൻ സാധിക്കുന്നത്, നമുക്ക് സ്വപ്നം അനുഭവിക്കാൻ സാധിക്കുന്നത്, നമുക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നത്. അതാണ് പുരീതതേ രേതേ എന്ന് വെച്ചാൽ 72,000 നാഡികളുടെയും ഉത്ഭവസ്ഥാനം ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്നും ജീവൻ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. പുരീതതേ രേതേ. അതിനുശേഷം എന്താണ്? സഹ. സഹ എന്ന് വെച്ചാൽ സഹജീവാത്മാ. അതായത് ഉറങ്ങുകയും ഉണരുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ആള് ജീവാത്മാ. ആ ജീവാത്മാവ് യഥാ എങ്ങനെയുള്ള ആളായിരിക്കും? ആരുമാകാം. കുമാരോവാ, അയാൾ കുമാരനാവാം. കുമാരൻ എന്ന് വെച്ചാൽ ബാല്യം വിട്ട് യൗവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള
ആ അവസ്ഥ, കൗമാരം. അത് അയാൾ ഉറങ്ങുന്നയാൾ കുമാരനാകാം, അയാൾ മഹാരാജാവായിരിക്കാം. ഉദാഹരണങ്ങൾ പറയുകയാണ്. മഹാരാജാവായിരിക്കാം, മഹാബ്രാഹ്മണോവ, അയാൾ ചിലപ്പോൾ മഹാബ്രാഹ്മണനായിരിക്കാം. അല്ലേ? വേദ പഠന വിദ്യാർത്ഥി ആയിരിക്കാം, അല്ലെങ്കിൽ വേദാധ്യയനം ചെയ്യുന്ന ആളായിരിക്കാം. അയാൾ രാജ്യം മുഴുവൻ നോക്കി നടത്തുന്ന രാജാവായിരിക്കാം. അല്ലേ? അല്ല, ചെറിയൊരു കുട്ടിയായിരിക്കാം. എന്നാൽ ആ ഒരു ഗ്രഡേഷൻ നോക്കൂ. ചെറിയ കുട്ടി മുതൽ രാജാവ് വരെ, അതിൻ്റെ ഇടയിലുള്ള ആരും ആവാം. അത് കഴിഞ്ഞ് അധിക്നീം എന്ന വാക്കിൻ്റെ അർത്ഥം അൾട്ടിമേറ്റ് എന്നാണ്. അൾട്ടിമേറ്റ് അറിയാമല്ലോ അല്ലേ? അതായത് പരമകാഷ്ഠ. അധിക്നീം എന്ന വാക്കിൻ്റെ അർത്ഥം പരമകാഷ്ഠ എന്നാണ്. എന്തിൻ്റെ പരമകാഷ്ഠ, എന്തിൻ്റെ അൾട്ടിമേറ്റ് ആണ്? ആനന്ദസ്യ. അയാൾ ആനന്ദത്തിൻ്റെ ഉച്ചത്തിൽ, സർവജ്ഞപീഠത്തിൽ നിൽക്കുകയാണ്. അധിക്നീം. ഗത്വ എന്ന് വെച്ചാൽ അനുഭവതി. ഗത്വ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവതി. അപ്പം എന്തായിരിക്കും ആ സെൻറ്റൻസ് മുഴുവൻ? അതായത് ഈ 72,000 നാഡികൾ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നു, സർവഭാഗങ്ങളിലേക്കും പോകുന്നു, അവയുടെ ധർമ്മം ചെയ്യുന്നു. നമ്മൾ ഉറങ്ങിയാലും നമ്മൾ ഉണർന്നിരുന്നാലും നമ്മൾ സ്വപ്നം കണ്ടാലും ഈ ഹൃദയം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പമ്പ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ നാഡികളെയും നറിഷ് ചെയ്തുകൊണ്ടേയിരിക്കും ഹൃദയം. അങ്ങനെ ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കുമാരൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ രാജാവിൻ്റെ ആയിരിക്കാം, അല്ലെ ക്ഷത്രിയൻ്റെ ആയിരിക്കാം, അല്ലെ റാണിയുടെ ആയിരിക്കാം, മന്ത്രിയുടെ ആയിരിക്കാം, പരിവാരം ആരും ആയിക്കോട്ടെ. അതൊക്കെ ഇവിടെ പറഞ്ഞതിന് ശേഷം ആ ആള്, അതായത് രാജാവോ കുമാരനോ വൃദ്ധനോ ആരും ആയിക്കോട്ടെ, അവർ ഉറങ്ങുന്ന സമയത്ത് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയെ അനുഭവിക്കുന്നു. അധിക്നീം ആനന്ദസ്യ ഗത്വ എന്ന് വെച്ചാൽ ഹീ ഈസ് അറ്റൈനിങ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇൻ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ്. അതാണ് അതിൻ്റെ അർത്ഥം. ഹീ ഈസ് അറ്റൈനിങ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഇൻ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ്. അതായത് ആര് കിടന്നുറങ്ങിക്കോട്ടെ, അയാൾ സുഖമായി ഉറങ്ങുന്നത് ഹൃദയം പ്രവർത്തിക്കുന്നു. ആ സമയത്ത് പിന്നെ അയാൾ ആനന്ദം അനുഭവിക്കുന്നു. കാരണം എന്താ? ഇവിടെ പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ട് അയാൾ അറിയുന്നേ ഇല്ല. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത്രയും സമയം ഈ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലേ? ഇല്ല, ശ്രദ്ധിക്കുകയില്ല. എന്തെങ്കിലും ഇത് ഹൃദയത്തിന് ഇടിപ്പ് കൂടുകയോ കുറയോ ചെയ്താലേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. സാധാരണ നോർമലാണെങ്കിൽ ശ്രദ്ധിക്കുകയില്ല. പക്ഷെ ആ കൃതജ്ഞത നമുക്കുണ്ടായിരിക്കണം. അതിവിടെ പറയുകയാണ്. ഈ നമ്പറൊക്കെ എന്തിനാണ്? നമ്മൾ ആരെങ്കിലും എണ്ണി നോക്കാൻ പോകുന്നുണ്ടോ? അത്രയും നാഡിയുണ്ട് എനിക്ക്, അത്രയും പ്രവർത്തിക്കുന്നുണ്ടോ, അതിലേതൊക്കെയാണ് ശാഖകൾ, അതിൽ ഉപശാഖകളായ എത്ര നാഡികളുണ്ട്, കണ്ണിലേക്ക് എത്ര നാഡി പോകുന്നു, അല്ലേ, കാതിലേക്ക് എത്ര നാഡി പോകുന്നു, നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഒരു നാഡിക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളോട് പറയുകയാണ്, നമ്മൾ സുഖമായി ഉറങ്ങുന്നതിന് കാരണം ഇതാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുമാത്രമല്ല, ജീവാത്മാവ് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയെ അനുഭവിക്കുന്നു. കാരണം പരമാത്മാവുമായി അയാൾ ഉറങ്ങുന്ന സമയത്ത് ഏകീഭവിക്കുന്നതും. അയാൾക്ക് ഏകീഭവിക്കാൻ കാരണം എന്താ? ഈ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, പ്രാണനുള്ളത് കൊണ്ടാണ്. നമ്മൾ സുഖമായി ഉറങ്ങുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? അത് പറഞ്ഞു. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. ശൈത ഏവം. ശൈതം എന്ന് വെച്ചാൽ ഉറങ്ങുക. സുഷുപ്തി അനുഭവം എന്നാണ് ശൈതം എന്ന വാക്കിൻ്റെ അർത്ഥം.
സുഷുപ്തിയാണ്. ശയിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കുന്നതിന് ശയിക്കുക എന്ന് പറയും. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ശയിച്ചു, അത് ചിലപ്പം ഡീപ്പ് സ്ലീപ്പൊന്നും ആയിരിക്കില്ല അല്ലേ. ശയിതം എന്ന വാക്കിൻ്റെ അർത്ഥം, ഇവിടുത്തെ അർത്ഥം എന്താണ്? സുഷുപ്തി അനുഭവം എന്നാണ്. അപ്പോൾ അയാൾ ഉറങ്ങുമ്പോൾ ഏവം ഏവ ഏഷഃ ഏതച്ഛേദേ, അയാൾ ഈ വിധമാണ് സുഷുപ്തിയെ അയാൾ അനുഭവിക്കുന്നത്. ഏത് വിധം? ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് സുഷുപ്തിയിൽ അയാൾ സുഖമായി ഉറങ്ങുന്നത്. അത്രയും പറഞ്ഞ് നിർത്തുകയാണ് അല്ലേ. ഇനി നിങ്ങൾ 138 പേജ് എടുക്കും. മൃഡാനന്ദ സ്വാമിജിയുടെ 138 പേജത്തിൽ നമ്മൾ പഠിച്ച ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. അത് മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം 138 പേജിൽ കുറിപ്പെടുക്കുക. സ്വപ്നവൃത്തിയോടുകൂടി ചരിക്കുമ്പോഴും ഈ ആത്മാവ് വിശുദ്ധൻ തന്നെ, എങ്കിലും സംപ്രസാദം എന്ന് പറയുന്നു. കണ്ടോ, നമ്മൾ പഠിച്ചാണ് ആ വാക്ക്, സംപ്രസാദം അല്ലേ. സംപ്രസാദം എവിടെ പഠിച്ചു? സംപ്രസാദം നമ്മൾ പഠിച്ചത് മന്ത്രം 15 പഠിച്ചതാണ്. സംപ്രസാദം എന്ന വാക്ക് എന്ന് വെച്ചാൽ എന്താണ്? കരണ ഏകീഭാവ അവസ്ഥയാണ് സംപ്രസാദം. അത് സ്വാമിജി ഇപ്പോഴാണ് ഉപയോഗിച്ചത്. നമ്മൾ 16ാമത്തെ മന്ത്രത്തിൽ കണ്ടതാണ്. അന്ന് അണ്ടർലൈൻ ചെയ്തോളൂ സംപ്രസാദം. അസംപ്രസാദവും നമ്മൾ പഠിച്ചാണ്. അത് സ്വാമിജിയോടെ പറഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്തോളൂ. അസംപ്രസാദം എന്താണ്? അതായത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാത്ത അവസ്ഥ. അതാണ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ അത് സംപ്രസാദം. പിന്നെ അതിൻ്റെ അവസാനവും പറയുന്നുണ്ട് സ്വാമിജി, കൈഷ തഥ അഭൂത്, മന്ത്രം 16 എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കണ്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 മന്ത്രം 16 ആൻസർ കണ്ടിന്യൂ എന്ന് നമ്മൾ എഴുതിയിരുന്നു. അത് തന്നെ ഇവിടെ പറയുന്നു. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഇനി ഒറ്റ മന്ത്രവും കൂടി ഉള്ളൂ, 20ാമത്തെ മന്ത്രം. നാളെ വ്യാഴാഴ്ചയല്ലേ, നാളെ മറ്റന്നാളും കൊണ്ട് തീർക്കാം. വെള്ളിയാഴ്ച കൊണ്ട് ഈ ബ്രാഹ്മണം നമുക്ക് തീർക്കാം. എന്നിട്ട് തിങ്കളാഴ്ച മുതൽ നമുക്ക് ദ്വിതീയ ബ്രാഹ്മണം ആരംഭിക്കാം. അതുവരെ പിന്നെ നമുക്ക് അതിന് മുമ്പ്, ദ്വിതീയ ബ്രാഹ്മണം ആരംഭിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. തിങ്കളാഴ്ച മുതൽ നമുക്ക് കേനോപനിഷത്ത് ചൊല്ലാനും പഠിക്കണം. അതും ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തരായിട്ട് ചൊല്ലാം. പിന്നെ എന്തോ പറയാൻ വന്ന ചോദ്യോത്തരമുണ്ട്. അതായത് നമ്മൾ ചോദ്യം 1ാമത്തെ ബ്രാഹ്മണത്തിനെ അധികരിച്ച് ഞാൻ ഗ്രൂപ്പിലിടാം, വെള്ളിയാഴ്ച ഇടാം. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടും, സമയമുണ്ട്. മെയ്യിൽ തന്നാൽ മതി. 2-3 ആഴ്ചയുണ്ട് സമയം. ചെറിയ ചോദ്യങ്ങളാണ്. ആരാണ് യാജ്ഞവൽക്യൻ? കാരണം ഇത്രയും കാലം നമ്മൾ 10-12 ഉപനിഷത്ത് പഠിച്ചു, പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു സമ്പ്രദായമേ ഇല്ലായിരുന്നു. എനിക്കറിയാം നിങ്ങളൊക്കെ തിരക്കാണെന്ന്, പക്ഷെ ബൃഹദാരണ്യം അങ്ങനെ പാടില്ല, പറ്റൂല. ഒന്നാതെ ഇത് 1 വർഷം കഴിയുമ്പോൾ മറന്നുപോകും. അതായത് നമ്മൾ ബൃഹദാരണ്യം അവസാനം എത്തുമ്പോഴേക്കും ആദ്യം പഠിച്ച കാര്യമൊക്കെ മറന്നുപോകും. അപ്പം ഞാൻ വിചാരിച്ച എന്താണ്, ഇങ്ങനെ ഒരു 10 ചോദ്യമായിട്ട് തന്നാൽ എന്താണ്, ഈ ചോദ്യങ്ങൾ മാത്രം, സമ്മറിയാണത്. അപ്പം ആ ചോദ്യങ്ങൾ മാത്രം മതി 1ാം അധ്യായം ഓർക്കാൻ. അതുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് സമയമുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ തന്നെ 3 ആഴ്ചയോളം ഉണ്ട് സമയം. അപ്പോൾ നിങ്ങൾക്ക് പറ്റും എഴുതാനായിട്ട്. ചെറിയ ചോദ്യങ്ങളുമാണ്. അപ്പോൾ ആരെയും അളക്കാനോ ആരെയും വലുതാക്കാനോ ചെറുതാക്കാനോ ഒന്നുമല്ല, അവനവൻ്റെ മനനത്തിന് വേണ്ടിയാണെന്ന് കണ്ടുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം. ഞാൻ വെള്ളിയാഴ്ച ഗ്രൂപ്പിലിടാൻ ചോദ്യങ്ങൾ എല്ലാവരും എഴുതിയെടുത്തിട്ട് അതിനുത്തരം കണ്ടുപിടിക്കുക. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ
പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഹരി ഓം.